അപ്രോച്ചാണ് എന്ന് പറയുന്നത്. രാഹുൽ ഇതും ബാലൻസ്ഡ് ആണോ? താങ്കൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് ബാലൻസ്ഡ് ആയിരുന്നു എന്ന് കോടതിയുടെ ഇന്നും അത് തന്നെ പറയുമോ? ഒരുപക്ഷെ ശ്രീജി ഞാൻ പറഞ്ഞതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടായിരിക്കും. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂറും ഹണി റോസ് തമ്മിൽ ബാലൻസ്ഡ് ആയി എന്നുള്ളതല്ല, കോടതിയുടെ സന്തുലിതമായ അപ്രോച്ച് ആണെന്നാണ്. ആ സന്തുലിതം എങ്ങനെയാണ്? എല്ലാ സ്ത്രീപക്ഷ നിലപാടും ഉയർത്തിപ്പിടിച്ചു, എന്നാൽ ജാമ്യം നൽകരുത് എന്ന വാദഗതി അംഗീകരിച്ചില്ല. പി ചിദംബരത്തിന്റെ കേസ് കോട്ട് ചെയ്യുന്നുണ്ട്, മനീഷ് സിസോദിയയുടെ കേസ് കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ. സന്തുലിതമെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും തമ്മിൽ 50-50 വെക്കുന്ന എന്നർത്ഥത്തിലല്ല, പകരം സ്ത്രീപക്ഷ നിലപാടുകൾ. സ്റ്റീവ് മെരബലി എന്ന അമേരിക്കൻ ചിന്തകനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ സാർ അദ്ദേഹത്തിന്റെ വിധി ന്യായം തുടങ്ങുന്നത്. ഒരു സ്ത്രീയുടെ അപ്പിയറൻസ് വെച്ച് അവരെ നമ്മൾ നിർവചിക്കാൻ ശ്രമിച്ചാൽ അത് അവരെയല്ല നമ്മളെ തന്നെയാണ് നിർവചിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ഈ മലയാളം മനസ്സിലാക്കുന്ന ആർക്ക് മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം രസകരമായി പറഞ്ഞൊരു കാര്യം, എനിക്കത് അത്ഭുതം കൂടെ തോന്നി. എനിക്ക് തോന്നുന്നില്ല രാമപിള്ള സാറോ അല്ലെങ്കിൽ ശ്രീ ബോച്ചയോ അറിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. ഗ്രൗണ്ട് 1 ആയിട്ട് മുമ്പ് കൊടുത്തിരുന്നത് ഹണി റോസ് അത്ര പ്രഗത്ഭയായ കലാകാരി ഒന്നുമല്ല, എന്നാൽ ഞാനൊരു സെലിബ്രിറ്റി ആണെന്നാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ചിലപ്പോൾ ജൂനിയേഴ്സ് വല്ലതും ഡ്രാഫ്റ്റ് ചെയ്തായിരിക്കാൻ സാധ്യതയുണ്ട്. രാമപിള്ള സാർ വളരെ തിരക്കുള്ള ഒരു മനുഷ്യനല്ലേ, പക്ഷെ അങ്ങനെയൊന്നും സാധാരണഗതിയിൽ ആരും കൊടുക്കില്ല. ഇപ്പൊ എന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അസാധാരണമായ കാര്യങ്ങളാണല്ലോ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അല്ല, അസാധാരണമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇന്ന് കണ്ടതും അസാധാരണത്വമായിരുന്നുവല്ലോ, അതിനാണ് ഹൈക്കോടതി ചെവിക്ക് പിടിച്ചത്. അപ്പൊ ഹൈക്കോടതി വിരട്ടൽ കിട്ടിയതോടുകൂടി ബോബി ചെമ്മണ്ണൂർ പത്തി മടക്കി. അതാണല്ലോ ഇന്ന് കണ്ടത്. എന്തായാലും അടുത്ത റൗണ്ടിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് സ്വീകരണങ്ങൾ ഒരുക്കുക, പിന്നെ എന്താണ് താൻ പറഞ്ഞത് എന്നതിനെ പറ്റി വിശദീകരിക്കുക. ഇതിനുവേണ്ടി വാർത്താ സമ്മേളനവും വിളിച്ചിട്ടുണ്ടായിരുന്നു 12 മണിക്ക്. അത് കഴിഞ്ഞത് 4 മണിയിലേക്ക് നീട്ടി. പക്ഷെ അതിനിടയ്ക്ക് മനസ്സിലായി ഹൈക്കോടതിയുടെ അപ്രോച്ച് എന്തായിരിക്കുമെന്ന്. അത് ബാലൻസ്ഡ് ആയിരിക്കില്ല എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയതോടുകൂടിയാണ് തടി ഊരിയത്. അല്ല ശ്രീ മഞ്ജുഷ്, അങ്ങനെയല്ല. അതായത് ബാലൻസ് എന്ന് പറഞ്ഞാലേ നമ്മളത് ഈ 50-50 ആയിട്ട് ഹണി റോസിനും ഇതെന്നുള്ള അർത്ഥത്തിലല്ല. ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു വശത്ത് നിയമം ശക്തമായി പാലിക്കുമ്പോഴും മറുവശത്ത് നിയമത്തിന്റെ സൗജന്യങ്ങളും കരുണയും നമുക്ക് കൊടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് കേട്ടോ, അല്ലാതെ 50-50 ആണെന്നല്ല. ഈ വിഷയത്തിൽ ഹണി റോസിന്റെ ഭാഗത്താണ് ന്യായം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അതായത് ഹണി റോസിന്റെ പരാതി ശരിയാണ്, ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗം നടത്തി, അത് തെറ്റാണെന്ന് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോട് മാപ്പ് പറയണം എന്നടക്കം ശക്തമായ നിലപാടുകൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞ ഏക കാര്യം, ഈ ഹണി റോസിന്റെ ഡ്രസ്സ് കൂടി സോഷ്യൽ ഓഡിറ്റ് വേണം. അതൊരു ഡിബേറ്റ് ആണ്. ആ ഡിബേറ്റിൽ ഒരുപക്ഷെ അങ്ങക്ക് എന്നോട് യോജിക്കാം. അതുകൊണ്ട് ബോച്ചെ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം കൊണ്ട് ചീത്ത കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്യണമെന്ന് ആരും പറയില്ല. അതായത് ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റ് കൊണ്ട് ശരിയെയോ ശരി കൊണ്ട് തെറ്റിനെയോ മറയ്ക്കണ്ട. ബോബി ചെമ്മണ്ണൂർ ഈ ഒരു തെറ്റ് തന്നെയാണ്, തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ 100 കണക്കിന് ആൾക്കാർക്ക് വീടുണ്ടാക്കി കൊടുത്തു, 1000 ആൾക്കാർക്ക് ജോലി കൊടുത്തു, ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്തദാനത്തിലേക്ക് കൊണ്ടുവന്നു, ഇപ്പൊ 1 കോടി രൂപ സമാഹരിച്ച് റിമാൻഡിലെ പ്രതികൾക്ക് കൊടുക്കുന്നു. ഈ നല്ല കാര്യങ്ങളെ നന്നായി നമുക്ക് കണ്ടുകൂടെ? അതോടൊപ്പം ഇവിടെ നല്ല കാര്യങ്ങളെ നന്നായി കാണുമ്പോൾ അതൊന്നും അല്ല ഡിബേറ്റബിൾ വിഷയം. ഹണി റോസിന്റെ കാര്യവും അല്ല ഡിബേറ്റബിൾ വിഷയം. അതിനൊക്കെ മുകളിലാണ് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പരാമർശങ്ങളും ഒക്കെയായി നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ ഞെളിഞ്ഞു നടന്നിരുന്നത്. അയാളെ കരക്കിരുത്തുവാൻ കഴിഞ്ഞു ഹൈക്കോടതിക്ക്. താങ്കളെ പോലുള്ളവർ ഘോരം ബാധിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായി. ഇയാളുടെ വായ അടയ്ക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അയാളുടെ വായ അടപ്പിച്ചു എന്നുള്ളത് നീതിന്യായ വ്യവസ്ഥയുടെ വിജയം കൂടിയാണ്. ഇപ്പോൾ ആരും മിണ്ടുന്നില്ലല്ലോ. എവിടെയാണ് സ്വീകരിക്കാൻ വന്നവർ? അല്ല, അവിടെയാണ് ബോബി ചെമ്മണ്ണൂറിനെ മാലയിട്ട് സ്വീകരിക്കേണ്ട അവസരം ഇതല്ല. എനിക്ക് ഇവരെല്ലാം വ്യക്തിപരമായിട്ട് അറിയാം. നമ്മുടെ ശാസ്ത്രമുഖല അജിത് കുമാർ, ഞാനാണ് AKMയുടെ പല പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്നെ ഈ പരിപാടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോവല്ല, അത് ശരിയല്ല. കാര്യം ബോബി ചെമ്മണ്ണൂർ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് മാലയിട്ട് സ്വീകരിക്കാം, രക്തദാനം കൊടുക്കുമ്പോൾ പടക്കം പൊട്ടിക്കാം. ഇത് ഈ മാല ഇടാനുള്ള ഒരു കാര്യമല്ല എന്ന് ശക്തമായി പറയുകയും ബോബി ചെമ്മണ്ണൂറിനോട് യോജിക്കുന്ന വ്യക്തിയാണ്. ബോബി ചെമ്മണ്ണൂറിനെ അടക്കം അത് ഈ പുരുഷവാദികളുടെ ചിലരുടെങ്കിലും ഒരു പ്രശ്നം, സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതാണ്, ഈ പുരുഷ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചാൽ മതിയല്ലോ. ആ വ്യക്തി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അതിനൊരു അറുതി വരുത്തുക എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു എന്താണ് ഈ മെൻസ് അസോസിയേഷന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ എങ്ങനെയാണ് മെൻസ് അസോസിയേഷന് ഈ ബോബി ചെമ്മണ്ണൂരിന് പിന്തുണ കൊടുക്കുവാൻ കഴിയുക? മെൻസ് അസോസിയേഷൻ ഇവിടെ പോകരുതെന്ന കാര്യത്തിലേ ഉള്ളൂ. മെൻസ് അസോസിയേഷൻ വേണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ മെൻസ് അസോസിയേഷൻ ഇവിടെ ചെന്ന് മാലയിടേണ്ട ആവശ്യമില്ല. കാര്യം ബോബി ചെമ്മണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയിട്ട് വരുന്നതല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും മെൻസ് അസോസിയേഷൻ അവിടെ ചെന്ന് മാലയിടരുത്, അത് തെറ്റാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം മറ്റൊരു ഡിബേറ്റ് കൂടെയുണ്ട്. അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ എനിക്കടക്കമുള്ളവർക്ക് വിമർശിക്കാൻ കഴിയുമോ? ഇപ്പൊ വനിതാ കമ്മീഷനിൽ എനിക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. ഞാൻ അടക്കമുള്ളവർ മുമ്പോട്ട് വെക്കുന്നത് എന്റെ വിമർശന സ്വാതന്ത്ര്യവുമുണ്ട്, ഹണി റോസിന് വസ്ത്രധാരണം സ്വാതന്ത്ര്യം ഉള്ളതുപോലെ എന്നാണ്. ആ ഡിബേറ്റിന്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും, സോഷ്യൽ ഓഡിറ്റിന്റെ
കാര്യം അടക്കമുള്ള ആവശ്യം വേണമെന്ന് പറയുന്നത്. ഹണി റോസ് എടുത്ത നിലപാടായ ദ്വയാർത്ഥ പ്രയോഗം ശരിയല്ല എന്ന വിഷയത്തോട് എല്ലാവരും യോജിക്കുകയാണ്. എന്നാൽ ഹണി റോസിന് വിമർശന സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ എന്റെ വിമർശന സ്വാതന്ത്ര്യം ഹണി റോസിലേക്ക് കൂടെ നീളണ്ടേ? മഹാത്മാഗാന്ധിയെ മദർ തെരേസയെ വിമർശിക്കുന്ന ഈ നാട്ടിൽ ഹണി റോസിന്റെ വസ്ത്രധാരണം മാത്രം വിമർശനത്തിന് അതീതമാണെന്ന് പറയാൻ കഴിയുമോ? ബാലൻസ്ഡ് അപ്രോച്ച് പ്രയോഗിക്കുന്നുണ്ടോ രാഹുൽ ഈശ്വർ? അയ്യോ, ആണ് ബാലൻസ് പ്രയോഗിക്കുന്നത്.